അതുകൊണ്ട് അന്നൊക്കെ ഒരു മാറ്റം വന്നു. ലോക ജനതയുണ്ട്, ദൈവജനതയുണ്ട്. ദൈവജനത്തിന്റെ ജീവിതം ദൈവത്തെയും ദേവാലയത്തെയും ആരാധനയെയും ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. ദൈവജനത്തിന്റെ ജീവിതം ദൈവത്തെയും ദേവാലയത്തെയും ആരാധനത്തെയും ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. ഇന്ന് തലമുറയ്ക്ക് ഡൂസ് മാത്രമേ ഉള്ളൂ, ഡോണ്ട് ഇല്ല. ഇന്ന് ഭവനങ്ങളെല്ലാം അരുതേ 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 എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല, മറന്നുപോകുന്നു, പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ അവിടെ ഇല്ല. അതുകൊണ്ട് പറയേണ്ട സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അരുതാത്തത് വേണ്ട എന്ന് പറയാൻ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പം ക്രിസ്ത്യാനിക്ക് ആകുന്നതിന് മുമ്പുള്ള ആകലാണ് നല്ല ശമരിയാക്കാരൻ. ഒരു നല്ല ശമരിയാക്കാരനായെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയാകാനൂ. നാം ഓരോരുത്തരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകണം. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അഭിവന്ദ്യ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി നൽകിയ സന്ദേശം ദയവായി തുടർന്ന് ശ്രവിക്കുക. ഈ ലോകത്തിൽ ജനങ്ങളെ രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, ദൈവത്തോട് ചേർന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ ദൈവജനമെന്ന് വേണേ നമുക്ക് പറയാം. അതൊക്കെ മാറ്റം വന്ന് സംഭവിക്കുന്നുണ്ട്. ദൈവജനത്തിന് പോലും മാറി 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 മാറിപ്പോകുന്നുണ്ട്. എന്നാൽ ഏകദേശം ദൈവത്തോട് ചേർന്ന് ദൈവികമായി ബന്ധപ്പെട്ടു പോകുന്ന അല്ലാത്തൊരു കൂട്ടമുണ്ട്. അവരെ ലൗകികരെന്ന് വേണേൽ പറയാം. ലോകമാണ് പ്രധാന ആളുകൾ. അപ്പം ദൈവജനത്തിന് വേണ്ടിയാണ് ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നതും ഈ പള്ളിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവജനം അല്ലാത്ത ആളുകൾ പള്ളി വന്നിരുന്ന അരോചകത്വം, അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തെ. അതേസമയം ദൈവജനമാണെങ്കിൽ അത് അരോചകമല്ല. താബോർ മലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാനും പറഞ്ഞു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ, ഈ ചെറുപ്പക്കാരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയാലോ കണ്ടാലൊക്കെ അവർക്ക് വല്ല ബോറടിക്കുന്നുണ്ടോ? എത്ര സമയങ്ങളാ, എത്ര മനസ്സിലാകുന്നു. AC-ക്കകത്ത് നടന്ന പിള്ളേർ പോലും ക്രിക്കറ്റ് ഫീൽഡിൽ ഫാനിനുണ്ടോ അല്ലെങ്കിൽ ടൈക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഒരു പ്രശ്നമല്ല. ഇൻട്രസ്റ്റഡ് ഉണ്ട്, ഇൻവോൾവ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആകും. അതുപോലെ നമ്മളൊക്കെ വർത്താനം പറയുന്നത് ഇറങ്ങിയാൽ ഈ പള്ളി കഴിഞ്ഞിട്ട് പള്ളി മുറ്റത്ത് നിന്നും കാപ്പി കടിന്ന് എന്തെല്ലാം വർത്താനം പറയും. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ബോറടിക്കത്തില്ല. അതുകൊണ്ട് ദൈവികമായ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ ഇന്ന് പോകണമെന്ന് തന്നെ തോന്നത്തില്ല. നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഞായറാഴ്ച ദിവസം ദൈവാരാധന അല്ലാതെ ഒന്നും മറ്റൊന്നിനും വേണ്ടി നിൽക്കത്തില്ല. ശാബത്തിലാണ് യഹൂദന്മാർക്ക് ഇന്ന കാര്യങ്ങൾ ഇത്ര ദൂരം നടക്കാൻ പാടില്ലെന്നുണ്ട്. അങ്ങനെ ഒരുപാട് അതെല്ലാം മാറി നമ്മൾ ലൗകികമായ കാര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുന്നതുകൊണ്ട് പല കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് സമയം നമ്മൾ ബഡ്ജറ്റർ ക്രിസ്ത്യൻസ്, ബഡ്ജറ്റ് എയർലൈൻസ് എന്ന് പറയുന്ന പോലെ ബഡ്ജറ്റർ ക്രിസ്ത്യൻസ്, നമ്മുടെ സമയത്തിൽ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ കൊടുക്കാൻ. ഇന്ന കാര്യങ്ങൾ ഇംഗത്തിൽ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനപ്പുറം നമ്മൾ ചെയ്യത്തില്ല. അതുകൊണ്ട് അന്നൊക്കെ ഒരു മാറ്റം വന്നു. ലോക ജനതയുണ്ട്, ദൈവജനതയുണ്ട്. ദൈവജനത്തിന്റെ ജീവിതം ദൈവത്തെയും ദേവാലയത്തെയും ആരാധനയെയും ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. ദൈവജനത്തിന്റെ ജീവിതം ദൈവത്തെയും ദേവാലയത്തെയും ആരാധനത്തെയും ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. അതാണ് പൂർവികർ എവിടെ പോയാലും അവിടെ ഒരു സ്ഥലത്തെ ദേവാലയം, അത് നിവർത്തിയോളത്തോളം ഉയരത്തിലായിരിക്കും, ഉയർന്ന സ്ഥലത്തായിരിക്കും ദേവാലയം. അതിൻ്റെ മുകളിൽ ഒരു വീടും പണ്ട് അവിടെങ്കിലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഫ്ലാറ്റും ഹൈറൈസ് ബിൽഡിംഗ് ഒക്കെ വരുന്നത്. പണ്ട് അങ്ങനെയല്ല. ഉന്നതമായ സ്ഥലം, ദൈവത്തെക്കാൾ ഉയരത്തിലാരും താമസിക്കാൻ പാടുള്ളൊരു തത്വമായിരുന്നു അന്നൊക്കെ ഉള്ളത് എവിടെയാണെങ്കിൽ. അതുകൊണ്ട് ഇപ്പം പുത്തങ്കാവിൽ തന്നെ എന്ന് എത്ര പടികൾ കയറി കയറി അങ്ങോട്ട് പോകുന്നത്. അത് യാക്കോബ് കണ്ട ഗോവണി പടിയാ, കയറി 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 അങ്ങ് പോകും. ഇവിടെ അങ്ങനെയാണ്. താഴെ എത്ര പടി കയറി 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 വന്ന് ഇവിടെ കയറി വന്നു പടി വന്നങ്ങ് പോകുന്നു. അത് ഗോവേണിയാണ്. യാക്കോബ് കണ്ട ഗോവേണി ഇടയ്ക്ക് പറഞ്ഞുണ്ട്. അപ്പം ദൈവജനത്തിന് എപ്പോഴും ദൈവികമായ കാര്യങ്ങൾ വാസന കൂടും. ലൗകിക ജനത്തിന് ലോകത്തിന്റെ കാര്യങ്ങളാണ് വാസന. നമ്മൾ പള്ളിയിൽ വരുന്നെങ്കിലും നമ്മുടെ വാസന ഇന്ന് കൂടുതൽ ലൗകികമാണ്. പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ലൗകികമായ ജീവിതത്തിൽ എത്രമാത്രം ശ്രേഷ്ഠമോ മെച്ചപ്പെടുത്താൻ ഒക്കുമോ എന്നുള്ള അതിൽ വരുന്നതാണ് അധികം ആളുകളും. അതുകൊണ്ടാണ് ഒരു സമയം കഴിയുമ്പോൾ, എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് താല്പര്യം കുറയുന്നു, അല്ലെങ്കിൽ ബോറടിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതുകൊണ്ട് പോകട്ടെ, ദൈവജനത്തിന് വേണ്ടിയുള്ളതാണ് വേദപുസ്തകമാണെങ്കിലും പള്ളിയും പട്ടക്കാരും ഒക്കെ.
ആ ദൈവജനമായി നാം മാറുമ്പോൾ ദൈവത്തെയും ദേവാലയത്തെയും ആരാധനയെയും ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും നമ്മുടെ ജീവിതം. അന്നേരം മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയതുപോലും പറുദീസയിലാണ്. ഇല്ല, കാനാവിലെ ഒരു പള്ളിയായിട്ട് ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ പറുദീസയാണ് ഒരു പള്ളി. പറുദീസ ദൈവത്തിന്റെ വാസസ്ഥലമായിരുന്നു. ആ പറുദീസയിൽ ദൈവം അവരുടെ കൂടെ നടക്കുമായിരുന്നു. പറുദീസ, അതുകൊണ്ടാണ് പറുദീസയിൽ മനുഷ്യനെ ആക്കി അവർക്ക് 3 നിയമങ്ങളെ കൊടുത്തുള്ളൂ. ഒന്ന്, ദൈവത്തിന്റെ കൂടെ നടന്നുകൊള്ളണം, വാക്ക് വിത്ത് ഗോഡ്. രാവിലെയും വൈകിട്ടും ദൈവം നടക്കാൻ വരും, അവർ കൂടെ നടക്കും. നമ്മുടെ പിതാക്കന്മാരെ മിനിമം 2 രാവിലത്തെയും വൈകിട്ടും നമസ്കാരമായിട്ട് കരുതിയിട്ടുണ്ട്. 7 നേരത്തെ നമസ്കാരമാണെങ്കിലും മിനിമം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരനുഭവം. ആരാധനാ ജീവിതമാണത്. മറ്റൊന്നാണ് കഠിനാധ്വാനം ചെയ്യാൻ, തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും ഇടയാക്കി. പറുദീസയിൽ ജീവിക്കുമ്പോൾ അധ്വാനം. സഭയാകുന്ന തോട്ടത്തിലും പറുദീസയിലും കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ ലൗകികമായ വ്യാപാര ഇടപാടുകളല്ലാതെ നോമ്പ്, കുമ്പിടിയിലെ അങ്ങുള്ള ആധ്യാത്മിക കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ നോമ്പ്, കുമ്പിടി, ഇന്ന് തന്നെ രാവിലെ നമസ്കാരത്തിൽ കുമ്പിട്ട് പലരും അതിശയിച്ചാണ് എന്താണെന്ന്. നമ്മൾ ഞായറാഴ്ച മാത്രം പള്ളിയിൽ വരുന്നു, ഞായറാഴ്ച കുമ്പിടിയിലില്ല. കുമ്പിടാൻ പാടില്ലാത്ത ദിവസമാണ് ഞായറാഴ്ച. മറ്റിട ദിവസങ്ങളൊക്കെ പെരുന്നാൾ അല്ലെങ്കിൽ നമ്മൾ കുമ്പിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഭവനങ്ങളിലെ കുമ്പിടിയിലും നമസ്കാരങ്ങളും ഒക്കെ ഒരുപാട് കുറഞ്ഞ് ശുഷ്കിച്ചു പോയി. അതുകൊണ്ട് അതെല്ലാം വീണ്ടെടുക്കണമെങ്കിൽ മാത്രമേ നമുക്കൊരു തലമുറ നന്നാകാൻ പറ്റത്തുള്ളൂ. നോമ്പ്, നമസ്കാരം, കുമ്പിടിയിൽ, ഇങ്ങനെയുള്ള ഉപവാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സ്പിരിച്വൽ എക്സസൈസ്, അതിനകത്ത് കഠിനാധ്വാനം ചെയ്യണം. ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മാത്രം പോരാ, കഠിനമായ അധ്വാനം ചെയ്യണം. അത് മാത്രമല്ല, അവിടെ ഒരു ആത്മശിക്ഷണമുള്ള ജീവിതം വേണം, സെൽഫ് ഡിസിപ്ലിൻ. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ തോട്ടത്തിലെ ഫലമെല്ലാം യഥേഷ്ടം തിന്നാം, എന്നാൽ നടുക്ക് നിൽക്കുന്നത്. അതുകൊണ്ടൊരു എല്ലാം ഡു മാത്രമല്ല, ഡു ആൻഡ് ഡോണ്ട്. 10 കൽപ്പനയാണേലും ഡു ദിസ്, ഡോണ്ട് ഡു ദിസ്. നമ്മൾ യാത്ര ചെയ്താലും യു ക്യാൻ പ്രൊസീഡ്, ഗ്രീൻ ലൈറ്റ് കാണും, അല്ലെ അതുകൊണ്ട് റെഡ് ലൈറ്റ് കാണും. പ്രൊസീഡ് ചെയ്യേണ്ട എപ്പോഴാണ്, പ്രൊസീഡ് ചെയ്യാൻ പാടില്ലാത്ത എപ്പോഴാണ്, ഇതെല്ലാം ഒന്നിച്ചു ചേരുന്നുണ്ട്. ഡൂസ് ആൻഡ് ഡോണ്ട്സ്. ഇന്ന് തലമുറയ്ക്ക് ഡൂസ് മാത്രമേ ഉള്ളൂ, ഡോണ്ട് ഇല്ല. ഇന്ന് ഭവനങ്ങളെല്ലാം അരുത് 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 എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല, മറന്നുപോകുന്നു, പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ അവിടെ ഇല്ല. അതുകൊണ്ട് പറയേണ്ട സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അരുതാത്തത് വേണ്ട എന്ന് പറയാൻ, പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഡൂസ് ആൻഡ് ഡോണ്ട്സ് ഇതൊരുപോലെ പോകട്ടെ. ദൈവജനമായി മാറുമ്പോൾ ആ ദൈവജനത്തിന്റെ ജീവിതം ദൈവത്തെയും ദൈവികമായ കാര്യങ്ങളെയും ദേവാലയത്തെയും ആരാധനയെയും ചുറ്റിപ്പറ്റിയുള്ളതാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും നമ്മളെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർക്കുവാനും പിതാവാം ദൈവം പുത്രൻ തമ്പുരാനെ അയച്ചപ്പോൾ പുത്രൻ തമ്പുരാൻ പറയുന്നത് എന്താണ്? ഗിരിപ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ പറയുന്നു, Seek ye first the kingdom of God, the rest shall be added unto you. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അതിന് മുമ്പിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, എന്ത് തിന്നും എന്തുടുക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നു. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നെ ഒരുപാട് അച്ഛന്മാർ തന്നെ അച്ഛനെ കളിയാക്കിയിട്ടുണ്ട്. ഉടുക്കാനും ഉണ്ണാനും ഉണ്ട് മതി എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് ഈ അച്ഛന്മാരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും നേരമില്ല പഠിപ്പിക്കാൻ, ഇയാൾക്ക് വിശ്വാസമില്ല, പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ. The word of God activates only among believers എന്നാണ്. The word of God activates only among believers. വചനം അത് വ്യാപരിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് വ്യാപരിച്ചു കിട്ടും. നമ്മുടെ ഈ പള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ പണിയാൻ പോകുന്നത് നമ്മുടെ പൂർവികന്മാർ കൈത്തന്ന ആ സൗഭാഗ്യം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുമ്പോൾ പണമൊന്നും പൂർണ്ണമായിട്ട് കണ്ടെത്തിക്കൊണ്ടല്ല, ഒരു വിശ്വാസത്തിലും ഒരു പ്രത്യാശയിലും നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അതിൽ സഹകരിക്കാൻ സാധിക്കുന്ന ഒരുപാട് മനുഷ്യർ അടുത്തും അകലെയും ഒക്കെ കാണും. അതിന് ഉത്സാഹിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കി പ്രവർത്തിക്കുന്നത് ദൈവമായിരിക്കും. ആകയാൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ
വചനം വ്യാപരിക്കുന്നു. കർത്താവ് പറയുന്നില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കാൻ ഇന്നിപ്പം വായിച്ചു, കർത്താവ് സ്വന്തം പട്ടണത്തിൽ ചെന്നിട്ട് ചില രോഗികളെ സൗഖ്യമാക്കിയതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് വിശ്വാസമില്ലായിരുന്നു. അവരുടെ വിശ്വാസക്കുറവിൽ താൻ അത്ഭുതപ്പെട്ടു എന്നാ പറയുന്നത്. അതുകൊണ്ട് നാം വിശ്വസിക്കുക, ആ വിശ്വാസം അനുസരിച്ച് മുമ്പോട്ട് പൂർണ്ണമായിട്ട് പോകുക, ആ ദൈവത്തിൽ സ്നേഹിക്കുക. നമ്മുടെ നല്ല ആശയങ്ങളും നല്ല ആഗ്രഹങ്ങളും ദൈവം നമ്പുരാൻ തീർച്ചയായിട്ടും നൽകിത്തരും, യാതൊരു സംശയവുമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മുടെ ജോലി സാക്ഷി പറയുന്നതല്ലോ. സാക്ഷി പറയാൻ പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ. സാക്ഷി ഞാനല്ല പറയണം, മറ്റുള്ളവരാ പറയേണ്ടത്. മറ്റുള്ളവരെ നമുക്കത് നമ്മുടെ ജീവിതം. ഇന്നലെ വൈകിട്ട് ഞാൻ കുടിച്ച വെള്ളം, അല്ലെ ഉച്ചയ്ക്ക് കുടിച്ച വെള്ളം ഇന്ന് മൂത്രമായിട്ട് പോയതും അത്ഭുതമാണ്. അല്ലെ പിന്നെ എവിടെയെങ്കിലും പോയി കിഴുത്തേണ്ടി വരും ഇതെടുക്കാനായിട്ട്. ജീവിതം മുഴുവൻ അത്ഭുതമാണ്. അത്ഭുതമല്ലാത്ത ഒന്നും നമുക്കില്ല. കിടന്നിട്ട് എഴുന്നേൽക്കുന്നതും എഴുന്നേറ്റ് ഉറങ്ങുന്നതും എല്ലാം അത്ഭുതമാണ്. നമ്മുടെ ഈ സിസ്റ്റം ഒക്കെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നതെല്ലാം അത്ഭുതമാണ്. നമ്മുടെ മിടുക്കോ കഴിവൊന്നുമല്ല. ചുരുക്കം പറഞ്ഞാൽ അത്ഭുതത്തിന്റെ കൂമ്പാരമാണ് നമ്മുടെ ജീവിതം. അത് കണ്ടു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പോകട്ടെ, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക. ദൈവത്തിന്റെ രാജ്യമാണ് ലക്ഷ്യം, നീതി അതിന്റെ മാർഗമാണ്. നാം അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യമാണ്, അതിന്റെ മാർഗമാണ് നീതി എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ രാജ്യത്തിനും അതിന്റെ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ കരുമാറണം എന്നുള്ള ഒരു കാര്യം ദൈവം നമുക്ക് നൽകിത്തരും, പറഞ്ഞു തരും. വേണ്ടവരിൽ കൂടെ സംശയമൊന്നുമില്ല. ആകയാൽ ഭൗതികമായ ലൗകികമായ കാര്യങ്ങളുടെ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം, അതാണ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി മനസ്സിലാക്കി ജീവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്കുണ്ടാകും, യാതൊരു സംശയമില്ല. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും അന്വേഷിക്കുക എന്നുള്ളതാണ്. ആകയാൽ പറുദീസായിലെ ജീവിതം സഭാജീവിതമാണ്, ദൈവരാജ്യത്തിലെ ജീവിതമാണ്. ആ ദൈവരാജ്യത്തെ ഇറക്കിക്കൊണ്ട് വരുവാനാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, നിന്റെ രാജ്യം വരേണമേ. ലിഫ്റ്റിന്റെ ചവിട്ടിൽ പോയെന്നും ബട്ടൺ നക്കി മേളത്തെ ടോപ്പ് ഫ്ലോറിലുള്ള ലിഫ്റ്റ് താഴെ വന്ന് നമ്മൾ കയറി ഇറങ്ങുന്ന പോലെ ദൈവരാജ്യത്തെ ഇറക്കിക്കൊണ്ട് വന്ന് അതിൽ നമ്മൾ കയറിപ്പോകണം. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആരാധനയിലെ എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ, അതായത് യുഗാന്ത്യമാണ് ലക്ഷ്യം. ഇവിടത്തെയൊക്കെ വളരെ വളരെ വർത്തമാനകാലത്തിലെ കാര്യങ്ങൾ വളരെ ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വർത്തമാനകാല പ്രാധാന്യമുള്ള ജനങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഇത് അരോചകമായിട്ട് തോന്നുന്നു. അവർക്കിവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അതൊന്നും പരാമർശിക്കുന്നില്ല. ഇവിടെയുള്ള ദൈവരാജ്യത്തിന്റെ കാര്യം ഇവിടെ വരുന്നുണ്ടേ പറയും. ഈ ഭൂമിയിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ഉയരങ്ങളിൽ ആയിരിക്കണം. ഉയരങ്ങളിൽ ദൈവസന്നിധിയിൽ വിചാരങ്ങളെ വച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാനും ആസ്വദിക്കുവാനും സാധിക്കത്തുള്ളൂ. ഭൗതികമായ വിഷയങ്ങളുടെ ഇടയിൽപ്പെട്ടാൽ നമുക്ക് ആരാധിക്കുവാൻ പോലും സാധ്യമായി വരികയില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവം മനസ്സിലാക്കി ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുവാൻ, ദൈവമക്കളായി തീരുവാനാണ് ഇവരിറങ്ങി. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത്, ദൈവസുതർ നാം ആയിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച ദാതന്മാരെ ഓർക്കണമെന്നും പ്രാർത്ഥനയിലും കുർബാനയിലും എന്നെല്ലാം പറയുന്നതിൻ്റെ കാര്യം അതാണ്. ആകയാൽ ദേവാലയവും ആരാധനയും ആദിമകാലം തൊട്ടേ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1 തൊട്ട് 11 അധ്യായങ്ങൾ ചരിത്രാതീതമായ കാലത്തിന് പ്രീ ഹിസ്റ്റോറിക്കലാണ്. എൻ്റെ കാലമൊന്നും നിർണയിക്കാൻ ഒക്കത്തില്ല. അതിന് സംഭവങ്ങളും എൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ഒക്കും. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം വരുമ്പോൾ തന്നെ ആരാധന തുടങ്ങുന്നു, യാഗം തുടങ്ങുന്നു. 4 അധ്യായത്തിന്റെ ആരംഭത്തിലാണ് കായേന്റെ ഹാബേലിന്റെയും വഴിപാട്. വിസ്തരിക്കേണ്ട കാര്യമില്ല. അപ്പോഴവിടെ തന്നെ തുടങ്ങുകയാണ് കായേലും ഹാബേലിന്റെയും. കായേന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. നമ്മുടെ ബലികാഴ്ചകളിൽ ദൈവം പ്രസാദിക്കുന്നതായി തീരണം. സത്യത്തിലും നീതിയിലും ഒക്കെ ജീവിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ആരാധന മാത്രമേ ദൈവം. അതുകൊണ്ടാണ് ദൈവജനത്തിന്റെ പ്രധാന ഗുണവിശേഷമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയുള്ളവരായിരിക്കണം. ദൈവം പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരാകുകയും. വിശുദ്ധിയിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള ഒരു ആഗ്രഹം നമുക്ക് പഴയ നിയമത്തിലുള്ളതാണ്. ഞാൻ വിശുദ്ധനാകയാൽ
നിങ്ങൾ വിശുദ്ധരാണ്. പുതിയ നിയമത്തിലും പിതാവാൻ ദൈവം പുത്രനെ അയച്ചിട്ട് പുത്രൻ പറഞ്ഞ് എന്താണെന്നറിയാമോ? ഈ വിശുദ്ധിയുടെ രണ്ടർത്ഥമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആരാധിക്കുന്ന ദൈവജനത്തിന്റെ പ്രഥമമായ ലക്ഷ്യം ജീവിതശൈലി വിശുദ്ധിയായിരിക്കണം. അതുകൊണ്ടാണ് ആദിമസഭയിലുള്ളവരെ വിശുദ്ധന്മാരെന്നാ വിളിച്ച് എല്ലാവരെയും. റോമിലെ വിശുദ്ധർക്ക് എഴുതുന്നു, വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് വേർതിരിക്കപ്പെട്ടിരുന്ന അർത്ഥത്തിലാണ്. അവരൊക്കെ അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു. അതായിരുന്നു പ്രയോറിറ്റി. ആകയാൽ ആ വിശുദ്ധിയുടെ രണ്ട് അർത്ഥം കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശുദ്ധ മത്തായി 5:48 പറയുന്നു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കണം. പിതാവ് എന്ത് പറഞ്ഞു പഴയ നിയമത്തിൽ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം. ഞാൻ എപ്പോഴും പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, ഗോഡ് ഈസ് ഡാഷ് എല്ലാവരും സ്നേഹമെന്ന് പറഞ്ഞ് നിർത്തുക. അപ്പൊ ഞാൻ പറയും, പൊട്ടന്മാരാന്നോ? കുർബാനയ്ക്ക് വല്ല ദൈവമേ നീ സ്നേഹവാൻ എന്നല്ല, അത് പരിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കേണ്ട അതിന്റെ പ്രകടനമാകുന്നത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളിനെസ്. ഒന്ന്, സൽക്കർമ്മങ്ങൾ, നന്മകൾ വർദ്ധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധിയും സൽക്കർമ്മങ്ങളും ചേർത്ത് നമ്മളെ കുർബാനയിൽ ചൊല്ലുന്നത്. സൽക്രിയകൾക്കു മനഃശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. മനഃശുദ്ധി ഉള്ളവിടത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. സൽക്കർമ്മങ്ങൾ ഇല്ലെങ്കിൽ വിശുദ്ധിയില്ല. അതുകൊണ്ട് വിശുദ്ധരെ തേടി കർത്താവ് ആദ്യം വന്നത് പാപികളെ തേടിയാണെങ്കിൽ ഇനി അവസാനം വരുന്ന വിശുദ്ധരെ തേടിയാണ്. വിശുദ്ധരെ തേടി വരുമ്പോൾ വിശുദ്ധിയുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത് എത്ര നന്മകൾ ചെയ്തു എന്നുള്ളതാണ്. എത്ര വിശക്കുന്നവനും ദാഹിക്കുന്നവനും വസ്ത്രമില്ലാത്തവനും അധികമൊക്കെ അശരണരെ നീ സഹായിച്ചു എന്നുള്ളതിന്റെ കാര്യം അത് പേരിനോ പെരുമയ്ക്കോ വേണ്ടി അല്ലാതെ ആരും അറിയാതെ രഹസ്യത്തിൽ എത്ര പേരെ സഹായിച്ചു എന്ന് ചോദിക്കുന്നതിന്റെ കാര്യമാണ്. എനിക്ക് എന്ത് ചെയ്തു? ഈ പാവപ്പെട്ടവന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു. അതിനൊരു പേരോ പെരുമയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭവനങ്ങളൊക്കെ പല സ്ഥലം കൊടുക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ്, എത്ര കൊടുക്കാനൊക്കെ അത് കൊടുത്തേക്കണം. പക്ഷെ ഒരു കൂതാശിക്കാനാണ് ഞാൻ പറയും, സാരമില്ല, ആരും അറിയണ്ട. ഒരു പള്ളി ഒരു വീട് കൊടുത്തേച്ച് തിരുമേനി വന്ന് ഇത് 10 പേര് അറിയും, ഇതൊക്കെ ആരും അറിയണ്ടല്ല. അവിടുത്തെ അച്ഛന് നടത്തിയാൽ മതി എന്ന് ഞാൻ പറയുന്നത് എനിക്ക് നിസ്സഹകരണം ഉണ്ടായിട്ടല്ല. നമ്മൾ ചെയ്യുന്നതിന് ഒരു കൊട്ടി കോഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് രഹസ്യത്തിൽ പ്രതിഫലം തന്നുകൊള്ളും. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു കാര്യമൊന്നുമല്ല. ആകയാൽ വിശുദ്ധിയുടെ ഒരർത്ഥം സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ വരുന്നവരെ വിശുദ്ധ ജീവിതം നയിക്കും തോറും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ഒരു സ്വഭാവമായിരിക്കും. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് മറ്റൊരർത്ഥമാണ് കർത്താവ് തന്നെ പഠിപ്പിച്ചു. വിശുദ്ധ ലൂക്കോസ് 6:36 നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവനാകണം. മനസ്സലിവില്ലെങ്കിൽ, കരുണയില്ലെങ്കിൽ, ഞങ്ങളെ തുയോബ ഒരുക്കശോടൊപ്പം പറയുന്നു, ബലിയേക്കാൾ കരുണയെ പ്രീതിപ്പെടുന്നവനാണ്. കരുണ കൂടാത്ത ബലി ഒരിക്കലും ദൈവം സ്വീകരിക്കത്തില്ല. നല്ല ശമരിയാക്കാരന്റെ ഉപമയിൽ മുറിവേറ്റവനോട് കരുണ കാണിക്കാഞ്ഞ പുരോഹിതന്റെ ശുശ്രൂഷയോ അവനോട് കരുണ കാണിക്കാഞ്ഞ ലേവ്യന്റെ പഠിപ്പീരുകളോ ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല. നല്ല ശമരിയാക്കാരനായി ഞാൻ എപ്പോഴും പറയും, ക്രിസ്ത്യാനിയാകുന്നത് പിന്നാട്ടെ. അതിനു മുമ്പുള്ള ഡിഗ്രിക്ക് മുമ്പുള്ള പഠിത്തമാണ് പ്രീ ഡിഗ്രി. അപ്പം ക്രിസ്ത്യാനിക്ക് ആകുന്നതിന് മുമ്പുള്ള ആകലാണ് നല്ല ശമരിയാക്കാരൻ. ഒരു നല്ല ശമരിയാക്കാരനായെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയാകാനൂ. ക്രിസ്ത്യാനിയാകാൻ എളുപ്പമൊന്നുമില്ല. മുഹമ്മദ് സമുക്കിയാൽ മാർഗമാണെങ്കിലും ഇപ്പൊ എന്നോട് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ സഭയിലാണ് ക്രിസ്ത്യാനി, പക്ഷെ ഞാൻ ക്രിസ്ത്യാനി ആയിട്ടില്ല ഇതുവരെ. ഈഴവനെന്നായിരുന്നല്ല, ക്രിസ്ത്യാനി ആയിട്ടില്ല. കാരണം ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകുമ്പോഴാണ് ക്രിസ്ത്യാനി. ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അമംഗ് യുവേഴ്സ് എന്ന് പറയുന്നത് പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയിലെ 2-ാം അധ്യായത്തിൽ. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിത്തീരണം. ക്രിസ്തുവിന്റെ ഭാവവും മനോഭാവവും ഒക്കെ വരുമ്പോഴാണ്. അതാണല്ലോ, എന്നെ ആരെങ്കിലും ഒന്ന് അടിച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കുക, നിനക്ക് കൊതി തന്നെ അടിച്ചോളാം, പറ്റുമോ? ഒന്നുമില്ല. അത് വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഭാവം. ആരായി? ആയിട്ടില്ല. പഴയ മഹർഷിമാരുണ്ട് ഒരുപാട് മരുഭൂമിയിലെ. അവരിങ്ങനെ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അവർ മിണ്ടുകയില്ല. അവര് പറയും, ഞാനിതുവരെ നല്ലതായിട്ടില്ല. പിന്നെങ്ങനെയാ പറഞ്ഞു തരുന്നത്?
ഇന്ന് ഞാൻ രാവിലെ വായിച്ചു, ഡെസേർട്ട് ഫാദേഴ്സിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് വായിച്ചു, ഒരാളുടെ പിതാവിൻ്റെ ദേഷ്യം മാറാനായിട്ട് 15 വർഷം പ്രാർത്ഥിക്കേണ്ടി വന്നു. എന്താ നമ്മുടെ ദേഷ്യം മാറാത്തത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടുവാ. പ്രാർത്ഥിച്ചാൽ മാറും. 15 വർഷം. അങ്ങനെ ഒരുപാട് നാളുകൾ എടുക്കും നമ്മുടെ ഓരോ ദോഷങ്ങളും മാറ്റുക. എന്ന് മനസ്സിലാക്കണം, ഇതെനിക്കൊന്ന് മാറ്റിയേ പറ്റൂ. നമ്മുടെ മിടുക്കിനേക്കാൾ കഴിവിനേക്കാൾ ഉപരി ദൈവം തമ്പുരാൻ അത് സാധിച്ചു തരണം. എല്ലാ കാര്യങ്ങളും, സകല നന്മകളും സകല ഗുണങ്ങളും ദൈവം ദാനമായിട്ട് തന്നെങ്കിലേ പറ്റത്തുള്ളൂ. പോകട്ടെ. ആകയാൽ ദൈവം പ്രസാദിക്കുന്ന ബലികൾ നാം അർപ്പിക്കണമെങ്കിൽ വിശുദ്ധിയുടെയും സൽക്കർമ്മങ്ങളുടെയും മനസ്സലിവിൻ്റെയും ഭാവത്തിലായി നാം കഴിക്കുന്ന ആരാധനയാണ് ദൈവം തമ്പുരാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ദേവാലയമുണ്ട്. ദേവാലയത്തിൽ നിന്ന് ആരാധന സമർപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി നമുക്ക് ലഭിക്കേണ്ട ഗുണവിശേഷങ്ങളാണ് ഹോളിനെസ്, വിശുദ്ധ ജീവിതം. മനസ്സാ വാചകനം, വിചാരത്തിലും വാക്കിലും ഒക്കെ വിശുദ്ധി. ഒന്നും ആയിട്ടില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ഒരു ചെടിക്ക് പുഷ്പവും ഫലവും ഉണ്ടാകുന്ന പോലെ അവിടെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, മനസ്സലിവുണ്ടാകും. ആ മനസ്സലിവുണ്ടായിട്ടാണ് അങ്ങോട്ട് കർത്താവിൻ്റെ മനസ്സിൽ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ അവസാനം എസ്കറ്റോളജിക്കട്ടെ യുഗാന്ത്യ ദർശനമാണുള്ളത്. ഇവിടെ അല്ല കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കൃപയുണ്ടായി കരുണ ചെയ്യണമേ. ഉത്തരം ഇവിടുത്തെ കാര്യമൊന്നുമല്ല, ഈ ചോദിച്ചതിന് മറുപടിയൊന്നുമല്ല ഇവിടെ പറയുന്നത്. കരുണ കൂടാതെ ഈ ലുത്തിനിയ നിർബന്ധമായിട്ട് ചൊല്ലുന്നതാണ്. അവിടെ 2 കാര്യം പറയുന്നുണ്ട്. അൻപുടെ ലുത്തിയായിലെ സമയമില്ലെന്ന് പറഞ്ഞ് ഉറുക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പറയും, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നെ വിട്ട് പോകുവീൻ. അവിടെ എന്റെ പിതാവിനാൽ ആ ഉത്തരത്തിന്റെ കാര്യമാണ് പറയുന്നത്. കരുണ കൂടാതെ വിധിക്കുമ്പോൾ കരുണയോടെ, അതിനാണ് ആ കരുണയ്ക്ക് വേണ്ടിയാണ് നാം ആവശ്യപ്പെടേണ്ടതും. കർത്താവേ കരുണ ചെയ്യണേ, കൃപയാണ് ഉത്തരമല്ല, കരുണ ചെയ്യണേ. അല്ലാതെ പ്രാർത്ഥനയ്ക്കുത്തരം വിഷയങ്ങൾ വെച്ചുള്ള ഒന്നുമല്ല. ഈ ഉത്തരവാണ് അവസാനം. കരുണ കൂടാതെ വിധിക്കും, നിന്നെ ഞാൻ അറിയുന്നില്ല. ആ ഉത്തരവല്ലേ കണ്ടേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യമെന്ന് അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള ഇമ്പകരമായ ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് 100 പ്രയാസങ്ങളുള്ളവർ പള്ളി വന്ന് നിന്നാൽ ഒരു പ്രയാസവും മാറ്റിത്തരാമെന്ന് ഇവിടെ ഗ്യാരണ്ടി ഇല്ല. കടബാധ്യത തീർക്കാനൊക്കൂ? എങ്ങനെ കൊടുക്കാനൊക്കുന്നു? ഒന്നും കൊടുക്കാനൊക്കത്തില്ല. അവരെ ന്യായമായിട്ടൊക്കെ എന്താ ചെയ്യണം. പക്ഷേ ഈ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ഒന്നിച്ചച്ഛൻ അങ്ങ് പറയും, തിരുമേനി പറയും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രശ്നങ്ങൾ മാറിയില്ല, അവർ സമാധാനം കിട്ടത്തില്ല. ഇവിടെ തരുന്നത് അതല്ല, പ്രശ്നങ്ങൾ വച്ചുകൊണ്ട് തന്നെ സമാധാനം. അതായത് കന്യമറിയാവിന്റെ നെഞ്ചത്തിരിക്കുന്ന വാളാണ്. നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാള് കടക്കും. ഈ വാൾ വെച്ചുകൊണ്ട് തന്നെ കൃപ കൊണ്ട് നിറച്ചപ്പോൾ എന്ത് കിട്ടി? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഈ എല്ലാവരും ചൊല്ലുന്ന ഞാൻ തിരുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നിന്നോട്, അതല്ല, ഞങ്ങളുടെ കർത്താവ് നിന്നോട്. മാലാഖമാര് വന്ന് പറയുന്നതാണ് ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ. പലരും കേട്ട് പഠിച്ചാണ് നമ്മുടെ കർത്താവ് നിന്നോടെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലയോ? ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ. ആ കർത്താവ് കൂടെ വരുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ തന്നെ സമാധാനത്തോടെ വഹിക്കുവാനായിട്ട് സാധിക്കും. അതാണ് പള്ളിയിൽ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതവിടെ തന്നെ നിന്നാലും അത് സഹിക്കുവാനും വഹിക്കുവാനും നിരാശ കൂടാതെ പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ ദൈവം തരും. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്ന നമ്മുടെ ഭാവം വിശുദ്ധിയുടെ ഭാവം, സൽക്കർമ്മങ്ങളുടെ ഭാവം, മനസ്സലിവിന്റെ ഭാവം. ഈ മനസ്സലിവെന്ന് പറയുന്നത് ചിലരെ കാണുമ്പോഴും ചില പ്രശ്നമല്ല, അതൊരു സ്വഭാവമാണ്. വെണ്ണ എവിടെ വെച്ചാലും ചൂട് തട്ടിയാൽ അത് അലിയും. അല്ല, ചില സ്ഥലത്ത് കുണ്ട്ര അലിയും. കൊല്ലത്തലിയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടോ? അതവരുടെ സ്വഭാവമാണ്, സ്വന്തം ഭാവമാണ്. അല്പം ചൂട് തട്ടിയാൽ വെണ്ണ ഉരുകുമെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഭാവമാണ് മനസ്സലിവിന്റെ ഭാവം.
ആരുടെയും പ്രയാസത്തിൽ മനസ്സലിയും. കോടിയൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളത് കൊടുക്കുവാനോ, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാനോ, അല്ലെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനോ ഒക്കെ സാധിക്കും. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.